അവർക്ക് പലപ്പോഴും ഞാൻ വെറും ഡിസ്കസ് എന്ന രീതിയിലേക്ക് അവരെ നമ്മളെ വലിയ വിവരമൊന്നും ഇല്ലാത്തവരുത്തനായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ എന്താണ് അവരൊന്നും അവരുടെ വർത്തമാനത്തിൽ നിന്നും എനിക്ക് ജഡ്ജ് ചെയ്യാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വലിയ കാര്യങ്ങളായിട്ട് കാണാറില്ല. പക്ഷെ പലപ്പോഴും അത് എനിക്ക് പാരയായിട്ട് മാറാറുണ്ട്. തരം താത്തി കാണിക്കുന്ന പലരെയും എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും എന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയായിട്ട് വന്നിട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഞാൻ ടോക്കിയോ നഗരങ്ങളിൽ കൂടി ചുറ്റും. കാരണം ഏറ്റവും മാക്സിമം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വീട്ടിലൊന്നും കിടന്ന് ഉറങ്ങാമല്ലോ. വന്നിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും റിഹേഴ്സലൊക്കെ അവരിങ്ങനെ ഒന്നും കണ്ടുകൊണ്ടിരിക്കില്ല. അവളുടെ മറ്റേ എടുത്ത പുതപ്പൊക്കെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ ഓഡിയൻസ് മുഴുവനും നമ്മൾ ലൊക്കേഷൻ ഇല്ല, അവിടെ വാ പൊളിച്ചിങ്ങനെ അങ്ങോട്ടേ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മളെത്ര കഷ്ടപ്പെട്ട് ഡാൻസ് ചെയ്താൽ അതൊരു മനുഷ്യനെ നോക്കില്ല. ഈ അക്കാഡമിക് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പിൽക്കാലത്താണ് ഡിസ്കോ രവീന്ദ്രൻ എന്നറിയപ്പെട്ടത്. അപ്പൊ ഇപ്പൊ ആൾക്കാർ അങ്ങനെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബേർഡൻ ആയിട്ട് തോന്നുന്നുണ്ടോ? ബേർഡൻ ആയിട്ടല്ല, അത് ചിലപ്പോൾ എനിക്ക് പാരയായിട്ട് മാറാറുണ്ട്. അതിന്റെ കാരണം അന്നൊന്നും അറിയപ്പെട്ടില്ല, പിൽക്കാലത്താണ് ആ ഒരു പേര് വന്നത്. അല്ല, അതെ, അത് ഈ ഡിസ്കോ, അതേ ഞാൻ പറഞ്ഞേ, ഈ ഡിസ്കോ രവീന്ദ്രൻ എന്ന രീതിയിൽ ഇപ്പോൾ ലോട്ട് ഓഫ് സ്യൂഡോ ഇന്റലക്ച്വൽസ് മനസ്സിലായ പഠിക്കാതെ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് എങ്ങനെയുണ്ട്, വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നവർ, അവർ ഭയങ്കര ഇൻ്റലക്ച്വലാണ്. മനസ്സിലായ അവർക്ക് പലപ്പോഴും ഞാൻ വെറും ഡിസ്കസ് എന്ന രീതിയിലേക്ക് അവരെ നമ്മളെ വലിയ വിവരമൊന്നും ഇല്ലാത്തവരുത്തനായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ എന്നെ അതിനകത്തേക്ക് വലിയ ബാധിക്കാറൊന്നുമില്ല. ഞാനതിനെ ചിരിക്കും. മനസ്സിലായ എനിക്ക് നന്നായിട്ട് അറിയാം ആക്ച്വലി ഞാൻ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് അവരൊന്നും അവരുടെ വർത്തമാനത്തിൽ നിന്നും എനിക്ക് ജഡ്ജ് ചെയ്യാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ വലിയ കാര്യങ്ങളായിട്ട് കാണാറില്ല. പക്ഷെ പലപ്പോഴും അത് എനിക്ക് പാരയായിട്ട് മാറാറുണ്ട്. പല കാര്യങ്ങളിലും വന്നിട്ട് ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് ഡിസ്കോ രവി അല്ല, അതൊന്നും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ അവരെന്തെങ്കിലുമൊക്കെ ഒരു പേര് പറഞ്ഞതിനകത്തേക്ക് എന്താ ചെയ്യാൻ പറ്റുക വന്നിട്ട് അത് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇപ്പം എന്നെ പലപ്പോഴും പറയുമ്പോൾ ആ ഇടുക്കി ഗോൾഡ് എന്ന് പറയും, മദ്രാസിലെ മോൻ എന്ന് പറയും, പിന്നീട് പഴയ തലമുറ മദ്രാസിലെ മോൻ പറയും, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് വന്നിട്ട് പറയും മറ്റേ ഇടുക്കി ഗോൾഡ് എന്ന് പറയും, അല്ലാത്തൊരു ഡിസ്കോ രവീന്ദ്രൻ എന്ന് പറയും. ഇനിയുള്ള തലമുറ വന്ന് എന്നെ വന്നിട്ട് പെന്നി ബ്രോ പറയും. അപ്പോൾ അത് ഞാനിങ്ങനെ ചെയ്യുന്ന എൻ്റെ ഓരോ കഥാപാത്രങ്ങളുമായിട്ട് വന്നിട്ട് എന്നെ ലൈക്ക് ഓർന്നെടുത്തിക്കുന്നത് വന്നിട്ട് എനിക്ക് വളരെ കാര്യമാണ്. കാരണം അതിലൂടെ അവർ എൻ്റെ കഥാപാത്രത്തിനും കൂടി എൻ്റെ പെർഫോമൻസും കൂടി ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഡാൻസ് ഒരു നല്ല കാര്യമാണ്. ഏറ്റവും ദോഷം ഞാൻ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിസ്കോ രവീന്ദ്രൻ എന്നുള്ള പേരിൽ ഞാൻ അതിനെ വെച്ചിട്ട് എന്നെ തരം താത്തി കാണിക്കുന്ന പലരെയും എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലും എന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത്രയായിട്ട് വന്നിട്ട് ഞാൻ പഠിക്കുന്നതിനകത്ത് അഹംഭാവത്തിന് വേണ്ടിയല്ല, ഞാൻ അറിവ് കൂട്ടാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഞാൻ മറ്റുള്ളവന് വേണ്ടിയല്ല ജീവിക്കും, ഞാൻ എനിക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് എന്നോടും കൂടി ഉള്ള ചെറിയ ധർമ്മമുണ്ട്. മനസ്സിലായ? മറ്റുള്ളവനെ കാണിക്കാനല്ല, ഞാൻ മറ്റുള്ളവന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് എന്നെക്കൊണ്ടുള്ള സാക്രിഫൈസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് എന്നോട് ധർമ്മം ചെയ്യാതെ ഞാൻ ജീവിക്കുന്നതിനകത്ത് ഞാൻ ഫേക്കായിട്ടാണ് കാണുന്നത്. അതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി വിത്ത് ഓൾ ദാറ്റ് ജനറേഷൻ. ശരിക്കും ഈ ഡാൻസ് സ്വന്തമായിട്ട് പഠിച്ചെടുത്തായിരുന്നോ? ഡാൻസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ പൂനെയിലായിരുന്നല്ലോ, അവിടെ ഡാൻസ് ഞങ്ങൾ എപ്പോഴും ഈ ഡിസ്കോയ്ക്ക് പോകുന്ന അവിടെ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഗോവൻസിന്റെ ഒപ്പമായിരുന്നു. അപ്പൊ ഡാൻസ് ചെയ്താലേ നമുക്ക് പാർട്ട്ണറെ കിട്ടുള്ളൂ. 100%. അതിനകത്ത് എന്താ ഞാൻ അങ്ങനെ പറയാൻ പറ്റുക? ഒരു ഡാൻസ് ആക്ച്വലി ഇപ്പൊ മയിൽ എന്തിനാ ഡാൻസ് ചെയ്യണേ? ആകർഷിക്കാൻ വേണ്ടി. അത് തന്നെ, നമ്മൾ നല്ല ഡാൻസർ ആണെങ്കിൽ നമുക്ക് വന്നിട്ട് നമുക്ക് പാർട്ട്ണറെ കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ പോപ്പുലർ ആവും. നമ്മൾ അതിനെ പിടിക്കും, അത് ഷുവറാണ്. നമ്മൾ ഓരോ പ്രായത്തിനും ആ പ്രായത്തിൻ്റെതായ രീതിയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ സമയത്ത് അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കുക. അല്ല, അത് രസമാണ്. അത് നമ്മുടെ ബേസിക്കലി വന്നിട്ടുള്ളത് അങ്ങനെയല്ലേ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് മ്യൂസിക് ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ സകലകലാ വല്ലഭനാണ് മൊത്തത്തിൽ. ഞാൻ സകലകല വല്ലഭനല്ല ആക്ച്വലി. വന്നിട്ട്
ഐ എക്സ്പ്ലോർ ഓൾ മൈ ഇമോഷൻസ് ആൻഡ് ആക്ച്വലി വന്നിട്ടുള്ള എൻ്റെ ഐ ലൈക്ക് എൻ്റെ എനിക്ക് സന്തോഷം തരുന്ന എല്ലാത്തിനും ഞാൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. അന്നത്തെ കാലത്ത് ഒരുപാട് ഡാൻസും ഒന്നിച്ച് ഉള്ളൊരു നായികയായിരുന്നു റാണി പത്മിനി. റാണി പത്മിനിയുടെ കൂടെ ഒരുപാട് അന്ന് ഗോസിപ്പുകളൊക്കെ വന്നായിരുന്നു റാണി പത്മിനിയായിട്ട്. ഞാൻ ആക്ച്വലി റാണി പത്മിനിയായിട്ട് ഒരുപാട് പടം ചെയ്തിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അല്ല, ഞാൻ പറയുമ്പോൾ ഗോസിപ്പ് എത്ര വേണമെങ്കിലും വരാം. റാണി പത്മിനിയായിട്ട് ഞാൻ ആകെ ചെയ്തിരിക്കുന്നത് 2 പടമുള്ളൂ. ഒന്ന് ഭീമൻ, പിന്നെ ഒന്ന് ഈ മറ്റേ ഇനിയെങ്കിലും ജപ്പാനിൽ ഷൂട്ട് ചെയ്ത അത് തന്നെ. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനും റാണി പത്മിനിയായിട്ട് ഒരു അങ്ങനെ എനിക്കറിയില്ല. ഞാൻ കേട്ടതായിട്ടോ, അത് കറക്റ്റ് ആണോന്ന് അറിയില്ല. ഞാനും കേട്ടിട്ടില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അവരുടെ ഒരു അകാല മരണമൊക്കെ ഉണ്ടായിരുന്നില്ല, അത് ശരിക്കും അതിനെ കുറിച്ച് അറിയായിരുന്നോ? ഞാൻ അതിന് അവരിങ്ങനെ മരിച്ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ് നമ്മുടെ കൂടെ ചെയ്തിരുന്നത്. അല്ലാതെ അങ്ങനെ ആ സമയത്ത് പിന്നെ അങ്ങനെ ഉണ്ടായില്ല. പിന്നെ ഒരുപക്ഷെ ഗോസിപ്പുകൾ പലതും വരും. എന്നെപ്പറ്റി ഇഷ്ടം പോലെ ഞാൻ അറിയാത്ത ഗോസിപ്പുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ഈ മഞ്ഞപ്പത്രക്കാരുടെ ചില സ്വഭാവം ഉണ്ടല്ലോ, അവരെന്ത് വേണമെങ്കിലും എഴുതാനെന്ന കിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് വായിക്കാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് വേണമെങ്കിലും എഴുതും. അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ട് പിന്നെ അത് നിലനിന്നില്ല? മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം എഴുതും, ആരും പിന്നെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം വേറെ എന്തെങ്കിലും എഴുതും. അന്ന് ആ സമയങ്ങളിൽ അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അന്ന് ആരോടെങ്കിലും ആരാധന തോന്നിയായിരുന്നു? സിൽക്കിന്റെ കൂടെയൊക്കെ 3 പടം ചെയ്തായിരുന്നു. സിൽക്കിന്റെ കൂടെയൊക്കെ ഞാൻ കുറെ പടം നല്ല ഹിറ്റായിരുന്നു. വാഴുകൈ, ആ സോങ് ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്കങ്ങനെ ഞാനങ്ങനെ ഈ സിനിമാ നടികളുമായിട്ടുള്ളതിനെ കുറിച്ചാലും കൂടുതൽ അയച്ച് ഞാൻ അങ്ങനെ എനിക്ക് ആ രീതിയിലേക്ക് തിങ്ക് ചെയ്യേണ്ടതൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല ശരിക്കും. അതിന് കാരണം എന്താ പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഈ സിനിമ ഷൂട്ടിങ് കഴിഞ്ഞാൽ എപ്പോൾ ഓടാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് മുഴുവനും സിനിമയുടെ വീടിന് പുറത്തായിരുന്നു. ഞാൻ അത് ചെയ്തു, അങ്ങനെ ഒരു ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ പെട്ടെന്ന് ഞാൻ സ്റ്റാറായത്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര സഫോക്കേഷനായിരുന്നു. ഈ ഫുൾ ഡേ നൈറ്റ് ഷൂട്ടിങ് വരാൻ നേരത്ത് എൻ്റെ ഫ്രീഡം ഒക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങൾ കറങ്ങി വന്നിരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ പല ലൈഫുകളും വന്നിട്ട് എനിക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് ഷൂട്ടിങ് തീർന്ന ആ സെക്കൻഡിൽ എന്നെ അവിടെ കാണൂല, ഞാൻ അവിടെ നിന്ന് വിടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇടപഴകിയിട്ടില്ല, അങ്ങനെയല്ല. അങ്ങനെയല്ല, ഇത് അതൊന്നും ആക്ച്വലി ഞാൻ എന്തിനാ അങ്ങനെയല്ല. ഫ്രണ്ട്ഷിപ്പ് ആരെങ്കിലും ആയിട്ടൊക്കെ അല്ല, നമ്മളെല്ലാവരുമായിട്ട് ഫ്രണ്ടായിരുന്നു. ഞാൻ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ടായിരുന്നു. ഞാൻ ആരുമായിട്ടും എതിരൊന്നും ആയിരുന്നില്ല. ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ അജീനുമായിട്ട് ഫ്രണ്ടായിട്ട്, ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പൊ ഫ്രണ്ട് അല്ലേ. ഈ സിൽക്കിന് ഭയങ്കര മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന്. ഒരുമിച്ച് ഡാൻസ് കളിക്കുമ്പോൾ കുറെ പ്രയാസപ്പെട്ടിരുന്നോ അട്രാക്ഷൻ ഒക്കെ കിട്ടാനായിട്ട്? എനിക്കല്ല, ഞാനല്ല. അത് ബേസിക് ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസ് ചെയ്യുമ്പോഴത്തേക്കും റിഹേഴ്സലൊക്കെ അവരിങ്ങനെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കണ്ട. അവളുടെ മറ്റേ വസ്ത്രധാരണം എടുത്ത പുതപ്പങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഓഡിയൻസ് മുഴുവനും നമ്മൾ ഈ ലൊക്കേഷൻ ഇല്ല, അവിടെ വാ പൊളിച്ചിങ്ങനെ അങ്ങോട്ടേ നോക്കിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മളെത്ര കഷ്ടപ്പെട്ട് ഡാൻസ് ചെയ്താൽ അതൊരു മനുഷ്യനും നോക്കില്ല. ഞാൻ ചില സമയത്തൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. റിഹേഴ്സൽ സമയത്തൊക്കെ നമ്മൾ ഭയങ്കര ക്ലാപ്സും ആരെയൊക്കെ തരുന്നവര്, ഷോർട്ടിന്റെ സമയത്ത് അവരിതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരതും വായിലിട്ട് സിൽക്കിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത് പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് നമ്മൾ അഭിനയിച്ച് ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ ഞാൻ ചെയ്തതെന്ന് നമ്മൾ ചോദിച്ചാൽ പോലും എന്താ പറയുക, ഓർക്കത്തിന് ഞെട്ടിയ പോലെ അതെ ഞാൻ അതൊക്കെ പറഞ്ഞിട്ട് അവൻ വായും പൊളിച്ച് അത് കണ്ടോണ്ടിരിക്കും. നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അത്ര അറിയില്ലായിരുന്നു തോന്നുന്നല്ലേ? സിൽക്ക് അത്ര സിൽക്കിന്റെ ബേസിക് എന്ന് പറഞ്ഞാല് അവളുടെ ബോഡി ഷേപ്പ്, അവളുടെ ഷീസ് വെരി അട്രാക്റ്റീവ്. ലിപ്പ്, എല്ലാം, നോട്ടം, ഇതൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ജനം ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെടുമായിരുന്നു.
അവിടെ കണ്ണിന് അങ്ങനെ ഒരു കഴിവൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ജനങ്ങൾ വന്നിട്ടുള്ള ഓഡിയൻസ് അതിലേക്കേ നോക്കുകയുള്ളൂ. ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ തിയേറ്ററിനേക്കാളും കൂടുതൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അവിടെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മറ്റേ അതുവരെ മറ്റേ ഒരു ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ ഇവന്മാർ വാ വിളിച്ച് അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അത് ഈ ദാറ്റ്സ് കോൾഡ് വിഷ്വൽ പ്ലഷർ ഓഫ് ആക്ച്വലി ഗെയ്സിൻ്റെ ഒരു പ്രശ്നമാണത്. ഇനിയെങ്കിലും ഷൂട്ട് ചെയ്ത സമയത്ത് ജപ്പാനിൽ പോയൊരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ജപ്പാനിൽ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞില്ല, വി വർ എൻജോയ്. കാരണം ആദ്യത്തെ ഒരു ഭയങ്കര നേപ്പാൾ അത്ര വലിയ ഫോറിൻ അല്ലല്ലോ. അതിന് മുമ്പ് ഞാൻ പോയത് നേപ്പാളിലാണ്. ഹോങ്കോങ് പോയി കഴിഞ്ഞാൽ പിന്നെ ജപ്പാന് ഞങ്ങൾ ശരിക്കും ഫുൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നമ്മളൊരു വേറൊരു വിദേശ രാജ്യം കാണുമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ ഫുൾ ടൈം എൻജോയ് ചെയ്യായിരുന്നു. കാരണം രാത്രി മുഴുവൻ ഉറങ്ങാതെ ഞാൻ ടോക്കിയോ നഗരങ്ങളിൽ കൂടി ചുറ്റും. കാരണം ഏറ്റവും മാക്സിമം ഉപയോഗിക്കപ്പെടണ്ടേ, വീട്ടിലൊന്നും കിടന്ന് ഉറങ്ങാമല്ലോ വന്നിട്ട്. അപ്പോൾ ഞാനതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അമേരിക്ക പോയപ്പോൾ ഞാൻ ബസ്സിൽ പോയത്, ഞാൻ ഫ്ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളെന്ത് കാണാനാണ്? അപ്പോൾ ബസ്സിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു. അതേപോലെ ബുദ്ധന്റെ അമ്പലം ഉണ്ടല്ലോ പിന്നെ ജപ്പാനില്. അപ്പം അവിടെ പോയിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇല്ലാത്ത എന്തോ ഒരു അത് ഞാൻ ആ സീനിന് ഞാൻ ഉണ്ടായില്ല. ശശിയേട്ടൻ എന്നെ വിളിച്ച് ഭയങ്കര ചെയ്തായിരുന്നു. കാമക്കുറ ആ സ്ഥലത്ത് ടെമ്പിളിൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യണ സമയം ഞാൻ എന്തൊക്കെയോ ഈ സാധനം ഉണ്ടല്ലോ ക്യൂരീസ് മേടിക്കാനായിട്ട് പോയി. അവിടെ തിരിച്ചു വന്നപ്പോൾ ഇവർ ഷൂട്ടിങ് കഴിഞ്ഞ് എന്നെ കാണാതെ ഞാൻ ഇല്ലാതെ ആ സീനെടുത്ത് അതിന് പോയത് പറയും. പിന്നെ ശശിയേട്ടനെ അത് ക്ഷമിച്ചു തരും. ഞാൻ പുള്ളിയുടെ ഒരു പേര് കുട്ടി നീ എവിടെ പോയി? ഞാനിങ്ങനെ സാധനം മേടിക്കാൻ പോയി അറിഞ്ഞില്ല ശശിയേട്ടാ മര്യാദയ്ക്ക് വന്നോളൂ. ഞാൻ ഓക്കെ ഷൂട്ട് ചെയ്തില്ല. അല്ല സീനെ എടുത്ത് ഞാൻ ഇല്ലാതെ ഉണ്ട് ആ സീനിൽ. ഞങ്ങൾ ഗ്രൂപ്പിൽ ഇതാണ് ഇനിയൊക്കെ ഉണ്ട്. ആ സീനിൽ ഞാനില്ല, ഞാൻ ഉണ്ടാവേണ്ടതാണ്. ബാക്കി എല്ലാവരും ഉണ്ട്. പിന്നെ ആരും അറിയൊന്നുമില്ല. ഒക്കെ ശശിയേട്ടനെ ഷൂട്ട് ചെയ്യാൻ അറിയാം. ഞാനവിടെ ഉണ്ടാവണമായിരുന്നു. അപ്പോൾ ആ ഡയലോഗ് വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പരിപാടികൾ പുതിയ പരിപാടികൾ ഒരുപാട് രാജ്യങ്ങളിൽ പോകാൻ പറ്റും. സിന്ദൂര സന്ധ്യക്ക് അത് നേപ്പാൾ കറങ്ങി. അല്ലേ, ഞാൻ മിനിമോൾ വത്തിക്കാരൻ്റെ അങ്ങനെ ജർമ്മനി അങ്ങനെ പല സ്ഥലത്തും നമുക്ക്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഇപ്പോൾ ഞാൻ ഫെസ്റ്റിവലിനൊക്കെ ആയിട്ട് ഒരുപാട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഫോറിൻ കൺട്രി കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നമ്മൾ വേറൊരു ജീവിത രീതി, കൊക്കക്കോള കുടിക്കുക, മാക്ഡൊണാൾഡിൽ പോവുക, കെൻഡക്കി ചിക്കൻ കഴിക്കുക, ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ. അവിടെ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാൻറ്റസികളാണ്. ഓരോ കാലഘട്ടത്തിലെയും നമ്മുടെ ഫാൻറ്റസിയാണ്. അപ്പോൾ നമ്മൾ അതിന് പുറകെ പോകും. പിന്നീട് നമുക്ക് മനസ്സിലാകും അതല്ല. അപ്പോൾ നമ്മൾ അടുത്ത തിരിച്ചറിവിലേക്ക് മാറും. നമ്മൾ ഓരോ പ്രായത്തിനും അനുസരിച്ചിട്ട് നമ്മൾ മാറും. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ ഒരു സിനിമയായിരുന്നു ഈ നാട് ഒരു അന്നത്തെ ഒരു രാഷ്ട്രീയ സിനിമ, ഭയങ്കര മാറ്റം ഉണ്ടാക്കിയ സിനിമ. ദാമോദരൻ മാഷിന്റെ വളരെയധികം ഒരു ഹീറോ പോലും ഇല്ലാത്ത ആദ്യത്തെ സിനിമ എന്ന് പറയാം. ജനങ്ങളാണ് ഹീറോ, എല്ലാവരും ഹീറോസാണ്. അങ്ങനത്തെ ഒരു സിനിമ ആദ്യമായിട്ട് എടുത്തത് വെറൈറ്റി ട്രീറ്റ്മെന്റ് ആയിരുന്നു. അത് ശശിധരൻ ദാമോദരൻ മാഷിന്റെ ടീമിന് അങ്ങനത്തെ ഒരു സിനിമ ഈ നാട് തരാൻ പറ്റി. അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സിനിമ തന്നെയായിരുന്നു. സന്ദേശം പോലെയോ പഞ്ചവടി പാലം പോലത്തെ ഒരു കോമഡി അല്ലായിരുന്നു. വളരെ സീരിയസ് കണ്ടിട്ടില്ല ഇന്നത്തെ തലമുറയൊന്നും അത് വളരെയധികം ഈ പറയുന്ന ഇന്നത്തെ സമകാലിക രാഷ്ട്രീയത്തിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. ദാമോദരൻ മാഷിന് നന്നായിട്ട് രാഷ്ട്രീയം അറിയായിരുന്നു. പല സിനിമയിലും രാഷ്ട്രീയം നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ദാമോദരൻ മാഷ്. ദാമോദരൻ മാഷ് യഥാർത്ഥത്തിൽ വളരെ പല കാര്യങ്ങളിലേക്ക് നല്ല സിനിമകൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചൊരു വ്യക്തി തന്നെയാണ്. വളരെ സിൻസിയറാണ്. ഈ വെരി സിൻസിയർ ആക്ച്വലി. ഞാൻ അവരുടെ ദീദിയായിട്ടും പ്രേംചന്ദുമായിട്ടും മകളുടെ ഭർത്താവുമായിട്ടും വളരെ നല്ല ഫ്രണ്ടാണ്. ഞങ്ങൾ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയി ഒരുപാട് ബന്ധങ്ങളുണ്ട് മാഷിൻ്റെ കൂടെ കാര്യത്തിനകത്ത്. മാഷൊക്കെ വന്നിട്ട് ശരിക്കും ഇനിയും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളിൽ ഒരാളാണ് ശരിക്കും. മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിത്വങ്ങളിൽ ഒരാളായിട്ട് തന്നെ കാണുന്നതാണ് ശരിക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളെ പല സിനിമകളും എല്ലാവരും കൂടെയും പറയുന്നത്. ഭരതൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രിയൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്,
ശശിയേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും കൂടെയും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പല രാഷ്ട്രീയ സിനിമകളും എടുത്തിട്ടുണ്ട്, ചരിത്ര സിനിമകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം പ്രശ്നമില്ലാതെ തന്നെ പുള്ളി അതിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പുള്ളി പല കാര്യങ്ങളിലേക്കും പലർക്കും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ഞാനതാ പറഞ്ഞത്, പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മൾ മലയാളികൾ പല കാര്യങ്ങളും തിരിച്ചറിയാതെ പോയ കാലഘട്ടങ്ങളിലൂടെ. ഇപ്പോൾ ശശിയേട്ടനൊക്കെ വളരെയധികം നമ്മൾ കൊടുക്കേണ്ട സ്ഥാനത്തേക്ക് എത്തിക്കേണ്ട ഒരാളാണ് സിനിമ പഠിക്കുമ്പോൾ. ശരിക്കും വ്യത്യസ്തമായ സിനിമകൾ. ഓഫ് കോഴ്സ് വി ഡോണ്ട് കമ്പയർ ഹിം ടു ബർഗ്മാൻ ഓർ തർക്കോവ്സ്കി, ബട്ട് ഓഫ് കോഴ്സ് ഇൻ മലയാളം സിനിമയിൽ വന്നിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് നല്ല ബോധവാനായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എഡിറ്റിങ്ങിനെ കുറിച്ച് നല്ലതായിട്ട് പുള്ളി മനസ്സിൽ കാണുമായിരുന്നു. എങ്ങോട്ട് ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ ഷോട്ട്സ് എടുക്കണം. ഒരു ചിത്രകാരൻ കൂടി ആയതുകൊണ്ട് അത് സാധിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശശിയേട്ടൻ അന്ന് ആ ക്രൗഡിനെയൊക്കെ വന്നിട്ട് മാനേജ് ചെയ്തുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഈ നാട്ടിനകത്തും അന്ന് വേറൊരു ഡയറക്ടറും ധൈര്യപ്പെടില്ലായിരുന്നു, പിന്നെ കണ്ടിന്യൂറ്റിയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ശശിയേട്ടൻ വളരെ ഗംഭീരമായിട്ട് ചെയ്യാൻ സാധിച്ച ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ ലൈക്ക് അതിപ്പോൾ എല്ലാ ലോക ഡയറക്ടേഴ്സിനൊക്കെ കുറോസോയെ പറ്റിയുള്ള മഹാ ഡയറക്ടർ തന്നെ വന്നിട്ട് അവസാന സമയത്ത് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ലൈക്ക് ജോർജ് ലൂക്കാസും ഒക്കെയാണ് അദ്ദേഹത്തിന് സിനിമ കൊടുത്തത്, റാൻ കൊടുത്തത്. അത് ഓസ്കാർ കിട്ടി അദ്ദേഹത്തിന്. കാമഗുഷ അദ്ദേഹത്തിന് 2 പടം കൊടുത്തത് ജോർജ് ലൂക്കാസൊക്കെ കൂടി ചേർന്നാണ്. അതിലൊന്നാണ് റാൻ. അപ്പോൾ അദ്ദേഹം സൂസൈഡ് ചെയ്യാൻ വരെ ശ്രമിച്ച ഒരാളാണ്, ഒരു അറ്റംപ്റ്റ് സൂസൈഡാണ് കുറോസോവ. മാസ്റ്ററാണ് സിനിമയുടെ. ഞങ്ങൾ പഠിക്കുന്നത് സിനിമയിൽ ഒരുപാട് ഒരു സിനിമ വ്യാകരണ രീതി, എടുക്കുന്ന രീതിയിൽ, ആസ്തറ്റിക്സിലൊക്കെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അതൊക്കെ ആർട്ട് പലപ്പോഴും പല രീതിയാണ്. ഇപ്പോൾ വാൻഗോഗിന് അദ്ദേഹം മരിക്കുന്നവരെ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല. ഇതെല്ലാം വന്നിട്ടുള്ള പലപ്പോഴും വന്ന് അങ്ങനെയാണ്. നമ്മൾ ജഡ്ജ്മെൻറ്റ് എപ്പോഴും ശരിയാവണമെന്നില്ല നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ അവരെക്കുറിച്ച്. അത് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു കലാകാരനെ നിങ്ങൾ അവൻ്റെ അന്നത്തെ നേട്ടത്തെയോ വെച്ചിട്ട് ഒരിക്കലും ആയിരിക്കരുത് വിലയിരുത്തേണ്ടത്. അപ്പോൾ പിന്നീട് അവൻ്റെ ഒരു കാലത്ത് അവൻ ചെയ്ത കാര്യങ്ങൾ വന്നിട്ട് വളരെയധികം പ്രകീർത്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. ഉറപ്പായിട്ടും. രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞല്ലോ, രാഷ്ട്രീയ നിലപാട് വ്യക്തമായിട്ടുള്ള ഒരാളാണ്. ഒരു KSUക്കാരനായിരുന്നു. ഇപ്പൊ മുഹമ്മദ് ഷിയാസിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങി. ഞാൻ വ്യക്തമായ രാഷ്ട്രീയ ധാരണയുള്ളതാണ്. ഞാൻ KSUലേക്ക് വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ഗരീബി ഹഠാവോ ഒക്കെ പറയുന്ന ഒരു രീതിയിൽ. ആക്ച്വലി കോൺഗ്രസിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ യഥാർത്ഥത്തിൽ. ബേബി എന്നെ വിളിക്കണേ പിന്നെ മനസ്സ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആണെന്ന് പറയും. ഞാനൊരു പ്രോളിറ്റേറിയൻ മൈൻഡുള്ളൊരു കോൺഗ്രസ്സുകാരനാണ്. ശരിക്കും കോൺഗ്രസ്സിന് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇവിടെ എന്തൊക്കെയോ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ. കാരണം റഷ്യൻ പഞ്ചവത്സര പദ്ധതി അമേരിക്കയായിട്ടല്ല ചേർന്നത്, റഷ്യയായിട്ടല്ലേ ചേർന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാൻഡിഡേറ്റിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത് ഞാൻ കൊച്ചിയിൽ ഇപ്പോൾ മാത്രമല്ല, ഞാൻ PT തോമസിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. PT എൻ്റെ ഫ്രണ്ടായിരുന്നു. PT തോമസിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് കലാജാതിയായിട്ട് ഇറങ്ങിയത്. ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകന് വേണ്ടി ചെയ്തിട്ടുണ്ട്, KC വേണുഗോപാലിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ഉമ്മ തോമസിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ഷിയാസിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ മറ്റേ ഇങ്ങേർക്ക് ഉല്ലാസിന് വേണ്ടി ഞാൻ പോയിരുന്നു, മറ്റേ RSPക്ക് വേണ്ടി. ഞാൻ അതിൽ മുസ്ലിം ലീഗിൻ്റെ കാൻഡിഡേറ്റിന് ഇതാണ് ഞാൻ പോയി വർക്ക് ചെയ്തായിരുന്നു. പക്ഷെ അതെൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു കാര്യമല്ലേ. അത് ഞാൻ വിശ്വസിക്കുന്ന അത് വേറെ അതൊരിക്കലും എൻ്റെ കലാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒരിക്കലും. പിന്നെ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞായിരുന്നു. ഞാൻ തുടർഭരണം വന്നിട്ട് 2 രീതിയിലും വന്നിട്ട് ഒരു കാരണവശാലും തുടർഭരണം നാടിന് ഗുണം ചെയ്യില്ല എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അത് യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന സാധനത്തിനെ തനിച്ചിടുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ കുറേ തെറി മാത്രം വെക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഒരു കാരണം പറയുവാണെങ്കിൽ തുടർഭരണം വേണ്ട, ഭരണമാറ്റം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്തുകൊണ്ടായിരിക്കും എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ എന്തുകൊണ്ടായിരിക്കും? പറയൂ. എനിക്ക് തുടർഭരണം വേണമെന്നാണോ? എനിക്ക് ഈ CPM ഭരിച്ചാൽ കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം കോൺഗ്രസിന്റെ എല്ലാം വാഗ്ദാനങ്ങളേ ഉള്ളൂ. 3000 രൂപ പെൻഷൻ നൽകാം. ഇപ്പം വയനാട്ടില് ടൗൺഷിപ്പില് വീട്, സർക്കാരിന്റെ വീട് വേണ്ടാന്ന് പറഞ്ഞവര് കോൺഗ്രസ് വീട് വെച്ച് കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ അവര് വെച്ച് കൊടുത്തിട്ടില്ല. അത് ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? ശരിക്കും ഞാൻ ചോദിക്കണ അല്ല, അതൊരു ശരിക്കും എന്ന് പറയുന്നത് അതേ വയനാടിനെ എടുത്താൽ 700 ചില്ലാനും കോടി എടുത്തിട്ട് ഇത്ര രൂപയുടെ സാധനം ഉണ്ടാക്കിയിട്ട് ആരും താമസിച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് പ്രായോഗികമായിട്ട് അത് കണ്ടുപിടിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമല്ലേ അത്. ഈ ഇരിക്കുന്ന എല്ലാ കാര്യത്തിനകത്തേക്കും ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇരിക്കുന്ന നമ്മൾ ഈ PR പൈസ എത്ര ചിലവാക്കിയിട്ടുണ്ടെന്ന്, ഇതുകൊണ്ട് എത്രയധികം കോടി രൂപ ചിലവാക്കിയിരിക്കുന്നതിനകത്തേക്ക് അത്രയും വരുന്ന ആശാ വർക്കേഴ്സ് അവിടെ വന്ന് സമരം ഇരിക്കണമായിരുന്നോ? അവർക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 1000 രൂപ കൂട്ടി കൊടുത്തില്ലേ? അതൊക്കെ അല്ലാതെ നമ്മള് ഞാനിത് പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഗവൺമെൻറ് ആയിട്ട് മാറുകയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റും. ഏത് സർക്കാരും കൂടെ നിൽക്കും, ഒരു സർക്കാരും അതിനെ ഉപേക്ഷിക്കില്ല. ഏത് സർക്കാരും നമ്മൾ അതിനെയൊന്നും അല്ല പറയുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിലുണ്ടാവുന്ന, നിങ്ങൾ തുറന്ന് ഒരു ഓപ്പൺ മൈൻഡിലൂടെ കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിനകത്തേക്ക് ഒരു സത്യസന്ധതയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.